CPM ഉണ്ടാക്കിയതാണോ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ പീഡന വിഷയം? ഒരു MLA ഒളിവിലാണ്, അയാളെ CPM ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെയാക്കി എന്നാണോ അങ്ങ് പറയുന്നത്? ഇദ്ദേഹത്തിന് എന്ത് രാഷ്ട്രീയ പാരമ്പര്യമാണ്, എന്ത് രാഷ്ട്രീയ സമരം കേരളത്തിൽ നയിച്ചതിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് ഇദ്ദേഹത്തെയൊക്കെ പൊക്കി പിടിക്കുന്നത്? അടിസ്ഥാനപരമായി കോൺഗ്രസിലെ സകലമാന നേതാക്കന്മാരും കളങ്കിതരാണ്. PS സഞ്ജീവ് എഡിറ്റോറിയലിന്റെ കാര്യം നമ്മൾ ചർച്ചയായതുകൊണ്ട് ഞാൻ അതിലൊരു വാചകം ഉദ്ധരിക്കുകയാണ്. ആദ്യം, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ LDFനെയും BJPയെയും ചരിത്ര ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചതാണ് രാഹുൽ ചെയ്ത കുറ്റം. മാത്രമല്ല, രാഹുലിന്റെ തലമുറയിൽപ്പെട്ട ഒരുപറ്റം ചെറുപ്പക്കാർ കോൺഗ്രസിൽ വളർന്നു വരുന്നത് CPIM ഭീതിയോടെ കാണുകയും ചെയ്യുന്നു. ഇതുകൊണ്ടാണ് ഈ കേസ് കെട്ടിച്ചമച്ചത് എന്നുള്ളതാണ് എഡിറ്റോറിയൽ പറഞ്ഞു വരുന്നത്. താങ്കളും അത് വായിച്ചിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ ഞാൻ ഈ വാചകം വായിച്ചപ്പോൾ ആലോചിച്ചത്, PS സഞ്ജീവ് ഇന്ന് വീക്ഷണം എഴുതുകയാണെങ്കിൽ സമാനമായ അഭിപ്രായം പറഞ്ഞൊരു നേതാവ് ഇന്ന് കേരളത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ പേര് രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളതാണ്. ഇതേ കാര്യം തന്നെ രാജീവ് ചന്ദ്രശേഖറും പറയുകയാണ്. താങ്കൾ അതും കേട്ടിട്ടുണ്ടാകുമല്ലോ PS സഞ്ജീവ്. അപ്പോൾ ഇത്തരം അഭിപ്രായങ്ങൾ എങ്ങനെ വീക്ഷണത്തിനുണ്ടാകുന്നു എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. ഈ പറയുന്ന നിലയിൽ നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇത്രമേൽ പേടിയുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. N ശ്രീകുമാർ അവസാനം പറഞ്ഞ കാര്യത്തിന് കൂടി ഒരു കമന്റ് ആ വിഷയത്തിൽ നമുക്ക് വിശദമായി അടുത്ത ഘട്ടത്തിൽ പക്ഷേ വരാം. ഇപ്പോ ശ്രീകുമാർ സാറിനെ പോലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമം, ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഇങ്ങനെയൊക്കെ വന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവിന് വേണ്ടി ഇങ്ങനെ വിലപിക്കേണ്ടി വരുന്നു എന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തീർച്ചയായും വലിയ ബുദ്ധിമുട്ട് തോന്നുന്നു. അതിൽ തന്നെ ഇവിടെ ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം ഉപയോഗിച്ച വാക്ക്, ആ വാക്കും എടുത്താണ് ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് റിപ്പീറ്റ് ചെയ്യുന്നത്. ഒരു മനുഷ്യൻ്റെ മരണത്തെ തുടർന്നുണ്ടാകുന്ന ഏതൊരു പ്രതികരണത്തിലും ആ മനുഷ്യനോടുള്ള അനുകമ്പയും അവരോടുള്ള സഹാനുഭൂതിയും തന്നെയാണ്. പ്രത്യേകിച്ച് കേരളം പോലത്തെ ഒരു പ്രദേശത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏതൊരു മനുഷ്യനും അദ്ദേഹത്തെക്കുറിച്ച് അനുസ്മരണം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഓർക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് പറയുക. ഒരുപക്ഷെ ഈ പറഞ്ഞ ശ്രീകുമാർ സാറിന് അറിയുന്ന ഒരു കാര്യമായിരിക്കാം, അങ്ങേക്ക് അറിയുന്നൊരു കാര്യമായിരിക്കാം. ഈ നിലയിൽ മാന്യമായി ഓരോ കാര്യത്തെയും പ്രതിപാദിക്കുക എന്നുള്ളത് CPMന്റെ നിലയാണ്. പക്ഷേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, EMSനെയും AKGയും എന്തിനേറെ മൺമറഞ്ഞുപോയ AKG വരെ ഈ പറഞ്ഞതുപോലെ അപമാനിച്ച് വീട്ടിലിരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുള്ള അതേ പാർട്ടിയെ ഇന്ന് കോൺഗ്രസ് നിൽക്കുകയാണ്. അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, വീക്ഷണം പത്രം അവരെഴുതിയ ലേഖനം പിൻവലിച്ചു. ആ ലേഖനത്തിൽ മുഴുനീളം ഈ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണക്കുകയായിരുന്നു. ഒറ്റ വാക്കൊന്നുമല്ല, മുഴുവൻ ലേഖനവും അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു ലേഖനമായിരുന്നു. ആ മുഖപ്രസംഗം എന്ന് പറയുന്നത് പത്രത്തിന്റെ അഭിപ്രായമാണ്. ആ പത്രം ഓൺ ചെയ്യുന്നത് കോൺഗ്രസ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കോൺഗ്രസിന്റെ അഭിപ്രായം അതാണോ എന്ന ചോദ്യത്തിന് VD സതീശൻ തന്നെ പറഞ്ഞത് പത്രത്തോട് പോയി ചോദിക്കുന്ന. പത്രത്തോട് ചോദിച്ചപ്പോൾ ഞങ്ങളത് തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞു. അതും എടുത്ത് അങ്ങെന്തിനാണ് ഇത് ന്യായീകരിക്കാൻ വരുന്നത് എന്ന് എനിക്ക് മനസ്സിലാവാത്തത്. CPM ഉണ്ടാക്കിയതാണോ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ പീഡന വിഷയം? ഈ കേരളത്തിൽ 140 MLAമാരുണ്ട്. 139 MLAമാരും ഇപ്പോൾ ഈ കേരളത്തിൽ പൊതുനിരത്തിൽ ഇറങ്ങി നടക്കുന്നതാണ്. ഇപ്പോഴും അവർ ജനങ്ങളുമായി സമ്പർക്കത്തിലാണ്. ഒരു MLA ഒളിവിലാണ്, അയാളെ CPM ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെയാക്കി എന്നാണോ അങ്ങ് പറയുന്നത്? ഇത് കേൾക്കുന്ന മലയാളികൾ അങ്ങേക്ക് സ്വാഭാവികമായിട്ടും എന്തോ സ്ഥലജല വിഭ്രാന്തി ബാധിച്ചു എന്ന് വിധിയെഴുതും. അങ്ങൊരിക്കലും ഇങ്ങനെയൊന്നും പറഞ്ഞേക്കരുത്, ഇങ്ങനെയൊന്നും എന്തെങ്കിലും വായിൽ തോന്നുന്നു പറഞ്ഞേക്കരുത്. CPMനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണോ ഇത്? കേരളത്തിലെ സ്ത്രീകൾ തന്നെ ബന്ധപ്പെടുന്ന തന്നെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ആവശ്യവുമായി മുന്നോട്ട് വരുന്ന അല്ലെങ്കിൽ തന്നോട് സംസാരിക്കുന്ന സ്ത്രീകളോട് പോലും തെറ്റായി പെരുമാറുന്ന ഒന്നാം തരം പെർവേർട്ടാണ് ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്ത് വലിയ രീതിയിൽ അദ്ദേഹത്തെ ഏറ്റവും വലിയ മഹനീയമായ മഹാത്മാവായ അഭിസംബോധന ചെയ്ത് വീക്ഷണത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. ഈ പറഞ്ഞ വ്യക്തി ഈ കേരളത്തിൽ ഒരുപാട് സ്ത്രീകൾക്ക് മനോവിഷമം ഉണ്ടാക്കുകയും അവരെ പീഡിപ്പിക്കുകയും ബലാത്സംഗം ചെയ്തു എന്ന് അവർ തന്നെ പറയുകയും ചെയ്തിട്ടുള്ള പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അയാൾ ഒളിവിലാണ് സാർ, അങ്ങ് മനസ്സിലാക്കിയാൽ കൊള്ളാം. അയാൾ ഒളിവിലാണ്. അയാൾ ഒളിവിലായതും ഈ നാട്ടിലെ എന്തെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത് കൊണ്ടല്ല. ഈ നാട്ടിലെ സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത വണ്ണം അങ്ങയുടെ നേതാവ്, ഈ പറഞ്ഞ വിത്തുഗുണമുള്ള നേതാവ് ഇങ്ങനെ പ്രതികരിച്ചത് കൊണ്ടാണ്. ഇദ്ദേഹത്തിന് എന്ത് രാഷ്ട്രീയ പാരമ്പര്യമാണ്, എന്ത് രാഷ്ട്രീയ സമരം കേരളത്തിൽ നയിച്ചതിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് ഇദ്ദേഹത്തെയൊക്കെ പൊക്കി പിടിക്കുന്നത്?
അടിസ്ഥാനപരമായി കോൺഗ്രസിലെ സകലമാന നേതാക്കന്മാരും കളങ്കിതരാണ്. ആ കളങ്കിത രാഷ്ട്രീയത്തിൽ ഒരാൾ പുറത്തു പോയാൽ അയാൾ നാളെ പലതും വിളിച്ചു പറയും. അതുകൊണ്ടാണ് ഈ സംരക്ഷണ ഭിത്തിയൊക്കെ ഒരുക്കുന്നത്, പരമാവധി രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ആ വിളിച്ചു പറയലുകൾ ഒഴിവാക്കാനാണ് ഷാഫി പറമ്പിൽ തൊട്ട് മുഴുവൻ ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.